ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു വിഷയമുണ്ടല്ലോ, അതായത് നമ്മുടെ ആറാട്ടണ്ണനെ കുറിച്ച് സാബു മോൻ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ആറാട്ടണ്ണനെ കുറിച്ച് നമുക്കറിയാം. ആറാട്ടണ്ണൻ സിനിമ റിവ്യൂസൊക്കെ പറയുന്നൊരു ആളാണ്. പിന്നെ പുള്ളി ഓരോ സെലിബ്രിറ്റീസിനെ കാണുമ്പോഴത്തേക്കും പുള്ളി ചെന്ന് ഫോട്ടോ എടുക്കുക. നമുക്ക് സാധാരണ ഒരു പ്രേക്ഷകർക്ക് ഒരു സെലിബ്രിറ്റി ആക്ടേഴ്സിനോട് തോന്നുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ട ആ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. പക്ഷെ ചില സമയത്ത് സിനിമാ പ്രവർത്തകർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി വരാറുണ്ട് എന്നൊക്കെ ചില സിനിമാ പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം മീൻസ് കുറച്ച് നടിമാരൊക്കെ പുള്ളിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ പുള്ളിയെ കളിയാക്കിയാണ് ആളുകൾ. ഇപ്പോൾ ഒരുപാട് പേരും പുള്ളിയെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ ചാനലുകളായാലും യൂട്യൂബേഴ്സ് ആയാലും വ്ളോഗേഴ്സ് അത് കണക്ക് സിനിമ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ആറാട്ടണ്ണനെ ഒരു കോമാളിയാക്കി ആ പുള്ളി കാണിക്കുന്ന മണ്ടത്തരങ്ങളും പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് വീഡിയോസ് ആക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ അത്തരത്തിൽ ഒരു സെലിബ്രിറ്റിയാണ് ആറാട്ടണ്ണൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ളൊരു ആളാണ് ആറാട്ടണ്ണൻ. അപ്പോൾ ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആള് ഏതോ ഒരു സ്ഥലത്ത് ഏതോ തിയേറ്ററിൽ നമ്മുടെ നന്ദു എന്ന് പറയുന്ന ആക്ടറിനെ കാണുകയും പുള്ളിയുടെ തോളിൽ തട്ടാനായിട്ട് ശ്രമിക്കുകയോ തട്ടിയോ എന്തോ ചെയ്തപ്പോഴത്തേക്കും നന്ദുവിനോട് നമ്മുടെ സാബുച്ചേട്ടൻ പറഞ്ഞു, നിങ്ങളെന്തിനാ അവനെ അവിടെ വെച്ച് അടിക്കാത്തത് എന്താ, ഞാനാണെങ്കിൽ അപ്പോഴേ അവനെ അടിച്ചേനെ എന്നൊക്കെയുള്ള രീതിയിൽ സാബുമോൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. സാബുമോൻ പറഞ്ഞത്, നമ്മുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ആർക്കും അവകാശമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ അയാളെ അടിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ്. അപ്പം അതൊരു റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടപ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ മേഖലയിലുള്ളവരൊക്കെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ സാബുമോൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വലിയ സ്റ്റാറുകൾ ആരെങ്കിലും ഇതുപോലെ സാബുമോൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ, ഞാൻ ഉദ്ദേശിച്ചത് കാണ്ട് ഒന്ന് ഷെയ്ക്കാൻ കൊടുത്ത് മുതുകത്തൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടുകയോ എന്തെങ്കിലും ചെയ്താൽ സാബുമോൻ ഇതുപോലെ തന്നെ പ്രതികരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ അദ്ദേഹത്തിൻ്റെ ആ സ്വകാര്യതയിൽ കടന്നു കയറുന്നതൊക്കെ ആദരവായിട്ട് തോന്നിയില്ല, അനാദരവായിട്ട് തോന്നിയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. പക്ഷെ ശരിയാണ്, ഒരു അപരിചിതൻ എന്നുള്ള രീതിയിൽ സാബുമോൻ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അദ്ദേഹത്തിനെ അടിക്കണം, അങ്ങേയറ്റം നമ്മളെ ചവിട്ടി താഴ്ത്തത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ആറാട്ടണ്ണൻ ഒരു കോമാളി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് പലരും പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെയും ഷെയ്ക്കാൻഡ് കൊടുത്ത് കടന്നു പോവുക എന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹം ഓവറായിട്ടൊന്നും ആരെയും ഡിസ്റ്റർബൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് തിയേറ്ററിൽ സിനിമ കാണാൻ വരുമ്പോഴോ അങ്ങനെയൊന്നും ഇറിറ്റേറ്റ് ചെയ്ത തരത്തിലൊക്കെ ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഓവർ ത്രൂ ഫോൺ വഴിയൊക്കെ ചില അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അതിപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അതിനെയൊന്നും ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഈ സാബുമോൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് വിറ്റോക്സ് മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ ഒരു തരം താഴ്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. അവനെ അടിക്കുക അല്ലെങ്കിൽ ഞാൻ അടിച്ചേനെ എന്നൊക്കെ പറയുന്നത് ഒരു വേറെ ഒരു ആളോടാണെങ്കിൽ, ഇത് തന്നെയാണ് പണ്ട് ഒരു റേഡിയോ ജോക്കിയുടെ അടുത്ത് നമ്മുടെ ഫാസി പറഞ്ഞിട്ടുള്ളത്. ഫാസി എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, യുവനടൻ, അയാൾ പറഞ്ഞിട്ടുള്ളത് വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെയാണ് പ്രതികരിച്ചത്. എന്ത് ഡാഷ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്തെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നില്ല വേറൊരാളാണെങ്കിൽ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പുള്ളി അത്തരത്തിൽ പെരുമാറുമെന്നുള്ളത്. എന്തായാലും ഇപ്പം ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ആരേക്കാളും മികച്ചതൊന്നുമല്ല. എല്ലാ മാനുഷികപരമായിട്ടുള്ള എല്ലാ ചാബല്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ കേമനാണ്, ബാക്കി ഒരു ജനവിഭാഗം, ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ജനവിഭാഗം ഞങ്ങൾക്ക് താഴെയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചിന്താഗതി വളരെ മോശമാണെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ.